ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി രേവതിയുടെ പ്രണയാത നിമിഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഇനി വരാനിരിക്കുന്നതിലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ രേവതി സച്ചിയുടെ റൂമെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കും സച്ചിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് രേവതിയുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ രേവതി സച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ 25 ആയിരിക്കട്ടോ സച്ചിയുടെ ആ ജന്മദിനം. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, അതെ അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. ഇന്നിപ്പോൾ ഏപ്രിൽ 24, അപ്പോൾ നാളെയാണല്ലോ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രേവതി ആ ഒരു ലൈസൻസ് അവിടെ നിന്ന് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അന്ന് സച്ചിയുടെ പിറന്നാളാണെന്നുള്ള കാര്യം സച്ചിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് രേവതി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഉടനെ തന്നെ കുളിച്ച് ഫ്രഷായി സച്ചിയോട് പോയി ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ കുളിച്ചിട്ട് എൻ്റെ കൂടെ അമ്പലത്തിലേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കും, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നത്? നിനക്ക് അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് തനിച്ചങ്ങ് പോയാൽ പോരെ, എപ്പോഴും എന്നെ ഇങ്ങനെ കൂടെ സൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി. നിനക്ക് എന്താ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി അറിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ രേവതി പറയും, ഇന്നൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ടോ രേവതി വീണ്ടും. അപ്പോൾ ആ സമയം സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് എന്ത് പ്രത്യേകതയാണെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതിയാണെങ്കിൽ അതൊന്നും തുറന്നു പറയില്ല കേട്ടോ. ശേഷം രേവതി പറയുന്നുണ്ട്, പ്ലീസ് നിങ്ങൾ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരുമോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ വല്ലാത്ത കഷ്ടമായി പോയല്ലോ ഇത്, ഞാനിങ്ങ് വന്നേക്കാം. ഇനി നീ നിൻ്റെ കൂടെ വന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്നും എന്നെ വഴക്ക് കേൾപ്പിക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വന്നേക്കാമെന്ന് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി സച്ചി ആവട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയായിരിക്കട്ടോ. രേവതിയും ഇതേ സമയം കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് രവീന്ദ്രനാണെങ്കിൽ വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട ഉടനെ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോയി വരാം അച്ഛാ എന്ന് പറയട്ടോ. തുടർന്ന് പറയുന്നുണ്ട്, ഇന്നൊരു വിശേഷ ദിവസമാണല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയാണ്ട് രേവതി. അങ്ങനെ സച്ചിയെയും കൂട്ടിക്കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോയ രേവതി അവിടെ ചെന്ന് സച്ചിയുടെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ എൻ്റെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ചത്, ഇന്നെന്താ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴേക്കും തന്നെ രേവതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എന്നോട് തുറന്ന് പറയുമെന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ രേവതിയാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്നെ സച്ചിയുടെ നെറുകയിൽ ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയത്ത് സച്ചി ഇങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകത, എന്തിനായിരിക്കും ഇന്നവൾ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞത്, എന്തിനാ എൻ്റെ പേരിൽ അർച്ചന കഴിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം സച്ചിയും രേവതിയും നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ രേവതി അടുക്കളയിൽ പോയി എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം കൊണ്ടുവന്ന് കൊടുക്കൂട്ടോ. എന്നാൽ പതിവില്ലാതെ പായസം വിളമ്പുന്നത് കണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇന്നത്തെ പ്രത്യേകത, നീ എന്താ ഇന്ന് രാവിലെ തന്നെ പതിവില്ലാതെ മധുരമൊക്കെ വിളമ്പുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ രേവതി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് ഒരാളുടെ പിറന്നാളാണെന്ന് പറയും. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ രേവതി പറയുന്നുണ്ട്, ഇന്ന് സച്ചി ഏട്ടൻ്റെ പിറന്നാളാണ്, അച്ഛൻ എന്താ അക്കാര്യം മറന്നു പോയോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പോലും ഷോക്കായി പോവാൻ കേട്ടോ. ആ സമയം രവീന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്നു മോളെ, ഞാനതങ്ങ് മറന്നു പോയല്ലോ, എല്ലാ പ്രാവശ്യവും എൻ്റെ മോൻ്റെ പിറന്നാൾ ഞാൻ ഓർത്ത് വെക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എന്തുകൊണ്ടോ ഞാനത് മറന്നുപോയി. എന്നാലും എൻ്റെ മോളുള്ളത് കൊണ്ട് ഓർത്തു വെച്ചല്ലോ, എൻ്റെ മോളത് ഓർത്തു വെച്ചുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവനെ കൂട്ടി അമ്പലത്തിലേക്ക് പോയല്ലോ, ഈ അച്ഛന് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. എന്നാൽ രേവതി തനിക്ക് വേണ്ടിയിട്ടാണ്, തൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുന്ന സമയത്ത് ശരിക്കും അതൊരു അത്ഭുതമായി തോന്നുന്നുണ്ട് സച്ചിക്ക്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്ന് എൻ്റെ പിറന്നാളോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം സച്ചി പോലും തൻ്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടാവും. സച്ചിയുടെ പിറന്നാളായത് കൊണ്ടാണ് രേവതി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർക്കുന്ന സമയത്ത് സച്ചിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ടാണല്ലോ എന്നോട് പോലും പറയാതെ അവളെ എന്നെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി എനിക്ക് വേണ്ടി അർച്ചനയൊക്കെ കഴിപ്പിച്ചത്, എനിക്ക് വേണ്ടി രേവതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സച്ചി അവിടെ വളരെയധികം സ്നേഹത്തോടു കൂടെ രേവതിയെ തന്നെ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെയായിരിക്കും കേട്ടോ സച്ചിക്കുള്ള പായസം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, പിറന്നാൾക്കാരനും പായസം കുടിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി കൊടുത്ത ആ മധുരം വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൻ്റെ പിറന്നാളിനൊരാൾ മധുരമൊക്കെ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ സച്ചി പോലും അറിയാതെ സച്ചിയുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ രേവതിയോട് തോന്നി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം രേവതി സച്ചിയെയും കൂട്ടി നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ബെഡ്റൂമിൽ ചെന്നതിന് ശേഷം രേവതി ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് സച്ചി കൊടുക്കും. ആ സമയത്ത് ഇത് എന്താണെന്ന് ചോദിക്കേണ്ട സച്ചി. അപ്പോഴേക്കും അത് തുറന്നു നോക്കുമെന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് സച്ചി തുറന്നു നോക്കുമ്പോൾ അതിൽ വിഘ്നേശ്വരൻ്റെ രൂപമായിരിക്കും കേട്ടോ.
എന്നാൽ ആ വിഘ്നേശ്വരൻ്റെ രൂപം കണ്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ എനിക്കെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വിഘ്നേശ്വരൻ്റെ രൂപം വണ്ടിയിൽ വെക്കണം, എന്നിട്ട് വിഘ്നങ്ങളെല്ലാം മാറാൻ വേണ്ടി വിഘ്നേശ്വരൻ്റെ മുമ്പിൽ എന്നും മാല ഇടണമെന്നും വിഘ്നേശ്വരന് മാല ചാർത്തുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ഇത് കാണുന്ന സമയത്ത് എന്നെയും ഓർക്കുമല്ലോ എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് നേരെ ആ വിഘ്നേശ്വരനെ തൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. പിന്നീട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രേവതിയും സച്ചിയും പരസ്പരം മനസ്സിലാകുന്നുണ്ടെന്ന് മാത്രമല്ല സച്ചിക്ക് രേവതിയോട് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു വിഘ്നേശ്വരൻ്റെ രൂപം കാണുന്ന സമയത്ത് രേവതിയെ തന്നെയായിരിക്കും കേട്ടോ സച്ചി ഓർക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം കൂടി വരാമെന്ന് മാത്രമല്ല സച്ചിക്കും രേവതിക്കും പിന്നീട് പറയാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹത്തിലായിരിക്കും കേട്ടോ അവർ രണ്ടുപേരും. സച്ചിയുടെയും രേവതിയുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമൊക്കെ കണ്ട് കണ്ണ് തള്ളി പോവാണ്ട് ചന്ദ്രമതിയുടെ ഇഷ്ടപ്രകാരം തന്നെയായിരിക്കും കേട്ടോ ശ്രുതിയെ കല്യാണം കഴിച്ചത്. എന്നാൽ അവർക്കിടയിൽ എപ്പോഴും അടിയും വഴക്കും മാത്രമായിരിക്കും. പക്ഷേ സച്ചിയും രേവതിയും ആണെങ്കിൽ എപ്പോഴും വളരെയധികം ഇഷ്ടത്തോടും ബഹുമാനത്തോടും കൂടിയായിരിക്കും കേട്ടോ പരസ്പരം സംസാരിക്കുന്നതും ഇടപഴകുന്നതുമെല്ലാം. എന്നിട്ട് അവരുടെ ആ സ്നേഹമെല്ലാം കണ്ട് അസൂയയോടെ നോക്കി നിൽക്കായിരിക്കും കേട്ടോ ചന്ദ്രമതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി ചെമ്പനീർ പൂവ് സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്